Hey everyone, welcome back. നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ 30 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഇറ്റ്സ് ഫൈനൽ പബ്ലിഷ്ഡ് വേർഷനിൽ എലിയറ്റിന്റെ ദ ബേസ് ലൈൻ കണ്ടെയ്ൻസ് എ ടോട്ടൽ ഓഫ്, കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈസി ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ തെറ്റിക്കാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. 334 ലൈൻസ്, 433 ലൈൻസ്, 373 ലൈൻസ് ആൻഡ് 423 ലൈൻസ്. എത്ര ലൈൻസ് വരുന്നുണ്ട്? 433 ലൈൻസ് ആണ്. പക്ഷെ 433, 434 എന്നുള്ള പൊതുവെ ആർഗ്യുമെന്റ്സ് വരാറുണ്ട്. ജനറലി 433 ലൈൻസ് ആണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, സോ അദ്ദേഹത്തിന്റെ ഈ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന വർക്ക് 1922 പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണെന്നും മോഡേണിസ്റ്റ് പോയട്രിയുടെ ഒരു സെൻട്രൽ വർക്ക് ആണെന്നുള്ളതും കൂടാണ്ട് അത് അപ്പിയർ ചെയ്തിരിക്കുന്നത് ദ ക്രൈറ്റീരിയൻ മാഗസിനിലാണെന്നും പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണെങ്കിൽ ഡയൽ മാഗസിനിലാണെന്നും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ മറക്കരുത്. അതിൽ പ്രധാനപ്പെട്ട ആ ഒരു ലൈൻ എന്തായിരുന്നു? ഏപ്രിൽ ഈസ് ദ ക്രൂവലസ്റ്റ് മന്ത്, I will show you fear in a handful of dust പോലെയുള്ള ലൈൻസുകളൊക്കെ, these fragments I have showered against my ruins പോലെയുള്ള പ്രധാനപ്പെട്ട സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ലൈൻസുകളെല്ലാം ഇതിൽ നിന്നുള്ളതാണ്. ഓക്കെ, ഒരുപാട് അല്യൂഷൻസ് വെച്ചിട്ടുള്ള ഒരു വർക്കും കൂടിയാണ് തോമസ് ടിയേൺസ് എലിയറ്റിന്റെ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്നത്. ലൈക്ക് ഓവിഡിന്റെ മെറ്റമോർഫോസിസ് ആണെങ്കിലും, അതുപോലെ തന്നെ ഫിഷർ കിങ്ങിന്റെ ലെജൻഡ് ആണെങ്കിലും, ഡാന്റെയുടെ ഡിവൈൻ കോമഡി ആണെങ്കിലും, ജോസിന്റെ കാനബറി ടേൽസ് ആണെങ്കിലും ഒരുപാട് അല്യൂഷൻസും ഫിഗർ ഓഫ് സ്പീച്ചുകളും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു വർക്കാണ്. 5 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബറിയൽ ഓഫ് ഡെഡ്, ഗെയിം ഓഫ് ചെസ്, ഫയർ സെർമൺ, ഡെഡ് ബൈ വാട്ടർ, വാട്ട് ദ തണ്ടർ സെറ്റ്, അങ്ങനെ 5 സെക്ഷൻസ് ആയിട്ട് അതിലുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ചുള്ള എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ഓർത്ത് വെക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് അറേഞ്ച്മെന്റ്സ് ഓഫ് ഇംഗ്ലീഷ് നോവൽസ് ഇസ് ഇൻ ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ? കറക്റ്റ് ക്രോണോളജിക്കൽ സീക്വൻസ് എന്ന് നോക്കുക. കിം എ പാസേജ് ടു ഇന്ത്യ, സൺസ് ആൻഡ് ലവേഴ്സ്, ബ്രേവ് ന്യൂ വേൾഡ്, സൺസ് ആൻഡ് ലവേഴ്സ്, A Passage to India, Kim, Brave New World. ഓക്കെ, ഇതിൽ കറക്റ്റ് ഓർഡർ ഏതാണ് കൊടുത്തിരിക്കുന്നത്? ആദ്യം കിം ആണ്, പിന്നീട് സൺസ് ആൻഡ് ലവേഴ്സ് വരുന്നു, പിന്നെ പാസേജ് ടു ഇന്ത്യ വരുന്നു, പിന്നെ ഏത് വരുന്നു? ആദ്യം കിം വരുന്നു, പിന്നെ സൺസ് ആൻഡ് ലവേഴ്സ്. നമുക്ക് എങ്ങനെയാണ് ആദ്യം കിം വരുന്നത്? കിം പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഇയർ ഏതായിരുന്നു? കിം ആരാ എഴുതിയിരിക്കുന്നത്? കിം എന്ന് പറയുന്ന നോവൽ ആരുടേതാണ്? റുഡ്യാർഡ് കിപ്ലിംഗിന്റെ ആണ്. ഏത് വർഷമാണ് ഇതിന്റെ ഒരു പബ്ലിക്കേഷൻ എന്ന് പറയുന്നത്? ഏത് വർഷമായിരുന്നു? ഇഫ് യു റിമെമ്പർ, അത് 1990 to 1901 അതിന്റെ ഒരു സീരിയൽ പബ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്. മക്ലിയോറിയസ് മാഗസിനിലായിരുന്നു അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളത് നോക്കാം. ആൻഡ് അതിന് ശേഷം വരുന്നത് സൺസ് ആൻഡ് ലവേഴ്സ് ആണ്. സൺസ് ആൻഡ് ലവേഴ്സ് ആര് എഴുതിയിട്ടുള്ളതാണ്? DH ലോറൻസിന്റേതാണ്. DH ലോറൻസിന്റെ ആണ് സൺസ് ആൻഡ് ലവേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ പബ്ലിക്കേഷൻ ഇയർ ഏതായിരുന്നു? പബ്ലിക്കേഷൻ ഇയർ എന്ന് പറയൂ. 1913 ഓക്കെ, 1913 നിങ്ങൾക്കറിയാം, പോൾ മോറലും ജെർട്രൂഡ് മോറലും അങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ അതിൽ വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ശേഷം വരുന്നത് ഏതായിരുന്നു? പാസേജ് ടു ഇന്ത്യ. പാസേജ് ടു ഇന്ത്യ ആരുടെ വർക്കാണ്? പാസേജ് ടു ഇന്ത്യ ആരുടെ വർക്കാണ്? EM ഫോറസ്റ്ററിന്റെ ഒരു നോവലാണ്. പാസേജ് ടു ഇന്ത്യ എന്ന് പറയുന്ന ഒരു പോയം ഉണ്ട്. ആരുടെയാണ്? വോൾട്ട് വിറ്റ്മന്റെ ആണ്. എ പാസേജ് ടു ഇന്ത്യ, പാസേജ് ടു ഇന്ത്യ മാത്രം എ ഇല്ല അവിടെ. പാസേജ് ടു ഇന്ത്യ മാത്രം വോൾട്ട് വിറ്റ്മന്റെ ഒരു ബുക്കാണ്. എന്നാൽ എ പാസേജ് ടു ഇന്ത്യ എന്നുള്ളത് അവിടെ എ വന്നു കഴിഞ്ഞാൽ അത് EM ഫോറസ്റ്ററിന്റെ നോവലായി. എ പാസേജ് ടു ഇന്ത്യ ആരുടെ വർക്കാണ്? നമ്മുടെ EM ഫോറസ്റ്ററിന്റെ നോവലായി. അത് ഈ ഒരു ബ്രിട്ടീഷ് രാജിനും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിനും അഗെയിൻസ്റ്റ് ആയിട്ട് ആ ഒരു കോണ്ടെക്സ്റ്റിൽ വെച്ചിരിക്കുന്ന ഒരു വർക്കാണ്. 1924 ആണ് ഇയർ. ശേഷമാണ് ആൽഡസ് ഹക്സ്ലിയുടെ ബ്രേവ് ന്യൂ വേൾഡ് വരുന്നത്. ബ്രേവ് ന്യൂ വേൾഡിന്റെ വർഷം ഏതായിരുന്നു? ബ്രേവ് ന്യൂ വേൾഡ് അതിന്റെ വർഷം ഏതാണ്? 1932 ആണ്. അപ്പൊ കറക്റ്റ് ഓർഡർ നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വർഷങ്ങളൊക്കെ എക്സാക്ട്ലി റിമെമ്പർ ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ that will be really easy for you to solve out all these chronological questions. Okay, അപ്പോൾ ശരി ഉത്തരം ഏതാണ്? ആദ്യം കിം വരണം, പിന്നെ സൺസ് ആൻഡ് ലവേഴ്സ് വരണം, പിന്നെ പാസേജ് ടു ഇന്ത്യ വരണം, പിന്നെ ബ്രേവ് ന്യൂ വേൾഡ് വരണം. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതാണ് കറക്റ്റ് സീക്വൻസ്. ഓൾറൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹെറ്ററോഗ്ലോസി റെഫേഴ്സ് ടു, ഹെറ്ററോഗ്ലോസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പറയണം. മിഖാൽ ഭക്തിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാ. മിഖാൽ ഭക്തി, it refers to diversity and coexistence of various languages, dialects and voices within a single text or discourse. ഒരു ടെക്സ്റ്റിൽ ഉള്ള മൾട്ടിപ്പിൾ മീനിങ്സ് എന്ന് ബേസിക്കലി പറയാം, അല്ലെങ്കിൽ കോ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി. അപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ട്. ദ മൾട്ടിപ്പിൾ റീഡിങ്സ് ഓഫ് എ ടെക്സ്റ്റ്. മൾട്ടിപ്പിൾ റീഡിങ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് വോയിസസ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എല്ലാ ഒരു കോണ്ടെക്സ്റ്റിലല്ല നമ്മൾ ഉദ്ദേശിച്ചത്. ദ ജക്സ്റ്റപോസിഷൻ ഓഫ് മൾട്ടിപ്പിൾ വോയിസസ് ഇൻ എ ടെക്സ്റ്റ്. എങ്ങനെയാണ്
പല വോയിസുകളും ഒരേ സമയം പ്ലേ ചെയ്തിരിക്കുന്നത്. There is this cacophony, അല്ലെ? The juxtaposition of multiple voices in a text. പിന്നെ the comments on the margins of a text, the glossary commentary relating to a text. ശരി ഉത്തരം ഏതാണ്? The juxtaposition of multiple voices in a text എന്നുള്ളതാണ് ശരി ഉത്തരം. ഓക്കെ, അടുത്തത് നോക്കാം. Before that, let me erase annotations. In Ben Jonson's Volpone, the animal imagery includes. അതിലുള്ള animal imagery ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബെൻ ജോൺസന്റെ വോൾപോൺ എന്ന് പറയുന്ന വർക്കിൽ, ഇഫ് യു റിമെമ്പർ, അദ്ദേഹത്തിന്റെ ക്ലാസിക് ആയിട്ടുള്ളൊരു ആനിമൽ ഇമേജറീസ് ഒരുപാട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. അതൊരു കോമഡി പ്ലേ ആണ്, ഇഫ് യു റിമെമ്പർ, അല്ലെ? പബ്ലിഷ് ചെയ്തിരുന്ന വർഷം ഏതായിരുന്നു? 1605 to 1606 അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോമഡി പ്ലേ ആണെന്ന് ഞാൻ പറഞ്ഞു. സോ അതിൽ സിറ്റി കോമഡിയുടെ എലമെന്റ്സ് ഉണ്ട്, ബീസ്റ്റ് ഫേബിൾ ഉണ്ട്, ഒരുപാട് ആനിമൽസിന്റെ പ്രസൻസ് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. അതിൽ ഗ്രീഡ്, ലസ്റ്റ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങളെ, സോഷ്യൽ ഈവൽസിനെ ഇതിൽ സെറ്ററൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് പെർഫോംഡ് പ്ലേ ഓഫ് ബെൻ ജോൺസൺ കൂടെയാണത്. ആൻഡ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് കോമഡീസ് ഫ്രം ദ ജക്കോബിയൻ എറ. അപ്പൊ അതിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് നമുക്കറിയാം. വോൾപോൺ ഉണ്ട്, അതായത് ദ സ്ലൈ ഫോക്സ്. അദ്ദേഹം ഒരു ഗ്രീഡി ആൻഡ് റിച്ച് ചൈൽഡ്ലെസ് വെനീഷ്യൻ മാഗ്നിഫിക്കോ ആണ്. പിന്നെ ദ ഫ്ലൈ ആയിട്ട് ആരാ വരുന്നത്? മോസ്കയാണ്. വോൾച്ചർ ആയിട്ട് ആരാ വരുന്നത്? അവിടുത്തെ ലോയർ ആണ്. പിന്നെ ദ റേവൻ ആയിട്ട് ആര് വരുന്നു? കൊൾബാഷിയോ വരുന്നു, അദ്ദേഹത്തിന്റെ സൺ ബൊനാറിയോ. പിന്നെ ക്രോ ആയിട്ട് കൊഴവിനോ വരുന്നു. പിന്നെ പാരറ്റ് ആയിട്ട് ലേഡി വുഡ്ബി വരുന്നു. പിന്നെ ഒരു പിൽഗ്രിം ഉണ്ട്, പിന്നെ ഒരു ഇന്യൂച്ച് ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. സോ ഇതിൽ പറയുന്നത് പ്രകാരം ഈ ആനിമൽ ഇമേജറിയിൽ എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ശരിക്കും നോക്കൂ. ദ ഫോക്സ് ആൻഡ് ദ വൾച്ചർ പറഞ്ഞു, ദ ഫോക്സ്, വൾച്ചർ ആൻഡ് ഗോട്ട് വരുന്നുണ്ട് അവിടെ. ഇവിടെ ആനിമൽ ഇമേജസ് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ഫോക്സ്, പാരസൈറ്റ്, ഫ്ലൈ, വൾച്ചർ, ക്രോ, റേവൻ, പാരറ്റ്സ് ആൻഡ് ഫാൽക്കൺ ആണ്. അപ്പം ഗോട്ടിനെ നമുക്കിവിടെ ആവശ്യമില്ല. The fly, the crow and the raven. Yes, the fox and the vulture, the fly, the crow and the raven, which means combination D is right. അതായത് ഓപ്ഷൻ എയും സിയും മെൻഷൻ ചെയ്യുന്ന ഡിയുടെ ഓപ്ഷൻ ആണ് ശരി ഉത്തരം. This one is the right answer. Okay, നോട്ടീസ് ചെയ്തെന്ന് വിചാരിക്കുന്നു. Okay, അടുത്തത്, the following phrases from Shakespeare have become the titles of famous works. താഴെ തന്നിരിക്കുന്ന ഈ ഒരു ഫ്രേസസ് എല്ലാം ഷേക്സ്പിയറിൽ നിന്നുള്ളതാണ്. അതെല്ലാം ഫേമസ് വർക്കുകളുടെ ടൈറ്റിൽ ആയിട്ട് മാറിയിട്ടുണ്ട്. അത് നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതാണോ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? യാ, അപ്പം അവരുമായിട്ട് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഷേക്സ്പിയറിന്റെ വർക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ടൈറ്റിലുകളും അത് ആരുടെ വർക്ക്സുകളാണെന്ന് ജോയിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ രണ്ട് സെറ്റിനെ നിങ്ങൾ കണ്ടല്ലോ. പെയിൽ ഫയർ നമ്മൾ കുറച്ച് മുന്നേ കഴിഞ്ഞ സെറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. പെയിൽ ഫയർ ആരുടെ വർക്കാണ്? വ്ലാഡിമിർ നബക്കോവിന്റെ വർക്കാണ്. ഓക്കെ, സൗണ്ട് ആൻഡ് ഫ്യൂറി ആരുടേതാണ്? വില്യം ഫോക്നർ. റോസൻക്രാൻസ് ആൻഡ് ഗിൽഡൻസ്റ്റേൺ ആർ ഡെഡ്. നോ ഡൗട്ട്. ആരുടെയാണ് പറയൂ? ടോം സ്റ്റെപ്പാർഡ്. അണ്ടർ ദ ഗ്രീൻവുഡ് ട്രീ ആരുടെയാണ്? നിങ്ങളൊന്ന് പറയൂ. തോമസ് ഹാർഡിയുടെ ആണ്, അല്ലെ? പിന്നെ ഓഫ് കേക്സ് ആൻഡ് ആലെ ആരുടെയാണ്? സോമർസെറ്റ് മോമിന്റെ ആണ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ പെയിൽ ഫയർ വ്ലാഡിമിർ നബക്കോവിന്റെ ആണ്. പിന്നെ സൗണ്ട് ആൻഡ് ഫ്യൂറി വില്യം ഫോക്നറിന്റെ ആണ്. റോസൻക്രാൻസ് ആൻഡ് ഗിൽഡൻസ്റ്റേൺ ആർ ഡെഡ് ടോം സ്റ്റെപ്പാർഡിന്റെ ആണ്. ഇതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്, ഷുവർ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഡി ആണ്. പിന്നെ ഫോർത്ത് വൺ അണ്ടർ ദ ഗ്രീൻവുഡ് ട്രീ ആരുടെയാണ്? തോമസ് ഹാർഡിയുടെ ആണ്. എ, ആ കോമ്പിനേഷൻ നോക്കൂ. ഫിഫ്ത് വൺ ഓഫ് കേക്സ് ആൻഡ് ആലെ ആരുടെയാണ്? സോമർസെറ്റ് മോമിന്റെ ആണ്, അതായത് ബി. ECDAB ഏത് കോമ്പിനേഷനാണ് വരുന്നത്? ഓപ്ഷൻ സി. യു ഗോട്ട് ദ ആൻസർ റൈറ്റ്. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ്സ് നോട്ട് ട്രൂ അമംഗ് ദാറ്റ് എക്സ്പ്ലെയിൻ സ്റ്റേജ് ഡിറക്ഷൻസ് ഇൻ ഡ്രാമ. സ്റ്റേജ് ഡിറക്ഷൻസുമായിട്ട് നോക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ ശരിയല്ലാത്തത് നമ്മളോട് പറയാനാണ് പറയുന്നത്. ട്രൂ അല്ലാത്തത്, അതായത് ശരിയായിട്ടുള്ളത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, ട്രൂ അല്ലാത്തത് നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ, സ്റ്റേജ് ഡിറക്ഷൻസ് ഇൻഫോം റീഡേഴ്സ് ഹൗ ടു സ്റ്റേജ്, പെർഫോം ഓർ ഇമാജിൻ ദ പ്ലേ.
The place, time of action, design of the set, and at times characters, actions, or a tone of voice are indicated by stage directions. Stage directions are often italicized or in the text or of the play in order to be spoken aloud. Stage directions may appear at the beginning of a play, before a scene, or attached to a line of dialogue. Okay. അപ്പോൾ ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഏതാണ്? നിങ്ങൾ നോക്കൂ. ശരിയുത്തരമായിട്ട് വരുന്നതെല്ലാം ഉണ്ട് എക്സെപ്റ്റ് സ്റ്റേറ്റ്സ് മൂന്നാമതായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യം, അതായത് സ്റ്റേജ് ഡിറക്ഷൻസ് ആർ ഓഫ്റ്റൻ ഇറ്റാലിസൈസ്ഡ് ഇൻ ദ ടെക്സ്റ്റ് ഓഫ് എ പ്ലേ ഇൻ ഓർഡർ ടു ബി സ്പോക്കൺ അലൗഡ്. അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല, ഇതൊന്നുള്ള കാര്യമൊന്നുമല്ല. ബാക്കിയൊക്കെ ശരിയാണ്. അതായത് സ്റ്റേജ് ഡിറക്ഷൻസ് ഇൻഫോം റീഡേഴ്സ് ഹൗ ടു സ്റ്റേജ്, പെർഫോം ഓർ ഇമാജിൻ ദ പ്ലേ. പ്ലേസ്, ടൈം ഓഫ് ആക്ഷൻ, ഡിസൈന് ആൻഡ് ക്യാരക്ടേഴ്സിന്റെ ആക്ഷൻസും ടോണും ഒക്കെ സ്റ്റേജ് ഡിറക്ഷൻസിൽ പ്രോപ്പറായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് പലപ്പോഴും ബിഗിനിങ് ഓഫ് എ പ്ലേയിലും സീനിന്റെ മുന്നേയും അല്ലെങ്കിൽ ഈവൻ ഒരു ഡയലോഗിനോട് അറ്റാച്ച്ഡ് ആയിട്ടൊക്കെ നമുക്ക് സ്റ്റേജ് ഡയറക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതൊക്കെ ശരിയാണ്. പക്ഷെ ഇറ്റാലിസൈസ്ഡ് ആയിട്ടുള്ള സംഭവമൊന്നും ശരിയല്ല. അതുകൊണ്ട് അത് മാത്രമാണ് ഇവിടെ പ്രശ്നക്കാരൻ. സോ ദാറ്റ്സ് നോട്ട് റൈറ്റ് അറ്റ് ഓൾ. അതുകൊണ്ട് സി ഈസ് ദ ഓഡ് വൺ. സോ ദാറ്റ്സ് ദ വൺ വിച്ച് ഈസ് നോട്ട് അറ്റ് ഓൾ ട്രൂ അബൌട്ട് ദ സ്റ്റേജ് ഡയറക്ഷൻസ് റിഗാർഡിംഗ് ഡ്രമാറ്റിക് പെർഫോമൻസ്. ഓക്കെ, അടുത്തത് The emergence of the concept of the world literature is associated with world literature എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആരുടെ അടുത്ത് നിന്ന് വരുന്ന ഒരു സംഭവമാണ്? വേൾഡ് ലിറ്ററേച്ചർ, ഫ്രെഡറിക് ഷില്ലർ, ജോഹാൻ വോൾഫ്ഗാങ് വോൺ ഗോതയുടെ ആണോ, അല്ലെങ്കിൽ ജോഹാൻ ഗോഡ്ഫ്രൈഡ് ഹെർഡറിന്റെ ആണോ, അല്ലെങ്കിൽ ഇമ്മാനുവൽ കാന്റിന്റെ ആണോ? വേൾഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ആരുടെയാണെന്നാണ് ചോദ്യം. ശരിയുത്തരം ആരുടെയാണ്? ഗോതയുടെയും അതുപോലെ തന്നെ ഹെർഡറിന്റെയും കൂടെ കോൺട്രിബ്യൂഷൻ ആണ്. ബി ആൻഡ് സി ആണ് ശരിയുത്തരം, വിച്ച് മീൻസ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ റീസൺ ആൻഡ് അസേർഷൻ ക്വസ്റ്റ്യൻ ആണ്. അറ്റ് ദ എൻഡ് ഓഫ് ഹൈർ ഓഫ് ഡാർക്ക്നെസ് മാലോ ടെൽസ് എ ലൈറ്റ് ടു ദ ഇന്റന്റഡ് അബൌട്ട് കർട്സ്. കർട്സിനെ കുറിച്ച് അദ്ദേഹം ഒരു കള്ളം പറയുന്നുണ്ട്, ഒരു നുണ പറയുന്നുണ്ട്. ഓക്കെ, he tells her that the last word he pronounced was your name. അങ്ങനെ ഒരു കള്ളം പറയുന്നുണ്ട് അദ്ദേഹം. ഓക്കെ, ബിക്കോസ് ഹി ഡിഡ്ന്റ് വാണ്ട് ടു അപ്സെറ്റ് ഹർ. അതിന്റെ റീസൺ ആയിട്ട് പറയുന്നത് എന്താണ്? Reason is Marlowe tells this lie because he is secretly in love with the intended and tells her what she wants to hear. Okay. അപ്പോ ഇത് നിങ്ങൾക്ക് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് വായിച്ച എല്ലാ ആൾക്കാർക്കും ഇങ്ങനെ അങ്ങ് ആൻസർ ചെയ്യാം. Both A and R are true. R is the correct explanation. Both A and R are true. R is not the correct explanation. A true, R false, A false, R true. ഇതിൽ ഏതാണ് ശരിയുത്തരം ഏതാ? നിങ്ങൾക്ക് തന്നെ അറിയാം. ഇദ്ദേഹം അങ്ങനെ പറഞ്ഞത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, പക്ഷെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. അതല്ല കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഓക്കെ, അതല്ല യഥാർത്ഥത്തിൽ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ബോത്ത് എ ആൻഡ് ആർ ട്രൂ എന്ന് പറയാൻ പറ്റില്ല. Both A and R are true, but R is not the correct explanation. Okay. Okay. അല്ല, ഇവിടെ എന്താണ്, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എ ട്രൂ ആണ്, പക്ഷേ ആർ എന്താണ്, ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. സോ മദർ ടെൽസ് ദിസ് ലൈ, ഈ കള്ളം പറയുന്നു എന്നതുവരെ അത് കറക്റ്റ് ആണ്, അതുവരെ ട്രൂ ആണ്, പക്ഷേ ബാക്കിയുള്ളത് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് കറക്റ്റ് ആണ്. അവിടെ ഡൗട്ട്ഫുൾ ആവരുത്. അത് അപ്പോൾ ഇദ്ദേഹത്തിന് പെട്ടെന്നൊരു പ്രണയം വന്നു എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് വരും. അത് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. 39. ഇയർ ട്രെയിനിങ് ഇൻ ELT ഈസ് ഈസിലി അച്ചീവ് ബൈ. എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത്? കോമ്പോസിഷൻ, ഡിക്റ്റേഷൻ, ക്ലോസ് ടെസ്റ്റ്, ലിസണിങ് എക്സസൈസസ്, പ്രസി റൈറ്റിംഗ്. എങ്ങനെയാണ് അത്തരത്തിലുള്ള എക്സസൈസ് ഒക്കെ ഈസിലി നമ്മൾ അച്ചീവ് ചെയ്യുന്നത്? ഡിക്റ്റേഷനിലൂടെയും, വെയിറ്റ് എ മിനിറ്റ്, ഡിക്റ്റേഷനിലൂടെയും കൂടാണ്ട് മറ്റെന്തിലൂടെയാണ്? ലിസണിങ് എക്സസൈസിലൂടെയാണ് നമ്മൾ അതിൽ കുറച്ചും കൂടി ഒരു പ്രെസിഷൻ നമ്മൾ അറ്റൈൻ ചെയ്യുന്നത്. അപ്പോൾ ബി ആൻഡ് ഡി ആണ്, ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വൈ ഈസ് യൂണിവേഴ്സൽ ഗ്രാമർ സോ കോൾഡ്? യൂണിവേഴ്സൽ ഗ്രാമറിനെ നമ്മൾ അങ്ങനെ വിളിക്കാൻ കാരണം എന്താണ്? ഇറ്റ്സ് എ സെറ്റ് ഓഫ് ബേസിക് ഗ്രാമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് യൂണിവേഴ്സലി ഫോളോഡ് ആൻഡ് ഈസിലി റെക്കഗ്നൈസ്ഡ് ബൈ പീപ്പിൾ. അതാണോ? ഇറ്റ്സ് എ സെറ്റ് ഓഫ് ബേസിക് ഗ്രാമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് അസ്യൂം ടു ബി ഫണ്ടമെന്റൽ ടു ഓൾ നാച്ചുറൽ ലാംഗ്വേജസ്. അതാണോ? അല്ലെങ്കിൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് advanced grammatical principles assumed to be fundamental to all natural languages, അല്ലെങ്കിൽ it is a set of universally respected practices that have come in time to be known as grammar. എന്താതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഇതൊരു ബേസിക് ഗ്രാമാറ്റിക്കൽ പ്രിൻസിപ്പിൾ ആണ്. അത് എല്ലാവരാലും അക്സെപ്റ്റ് ചെയ്തും അതുപോലെ തന്നെ റെക്കഗ്നൈസ് ചെയ്തും ഫോളോ ചെയ്തും പോകുന്ന ഒരു കാര്യമാണോ, അതോ
എല്ലാ നാച്ചുറൽ ലാംഗ്വേജസിനും ഫണ്ടമെന്റൽ ആണ് എന്ന് ഊഹിക്കപ്പെടുന്നതാണോ, അതോ എല്ലാ നാച്ചുറൽ ലാംഗ്വേജസിനും എല്ലാ അഡ്വാൻസ്ഡ് ഗ്രാമാറ്റിക്കൽ, ഇതൊരു അഡ്വാൻസ്ഡ് ഗ്രാമാറ്റിക് പ്രിൻസിപ്പിൾ ആണ്, എല്ലാ നാച്ചുറൽ ലാംഗ്വേജസിനും ഉള്ള ഫണ്ടമെന്റൽ സംഭവമാണെന്ന് അസ്യൂം ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സലി റെസ്പെക്ടഡ് പ്രാക്ടീസ് ആണ്, അതിന് നമ്മൾ ബേസിക്കലി ഗ്രാമർ എന്ന് വിളിക്കുന്നത്? ഇതിൽ ഏതാണ്? വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ശരി ഉത്തരം എന്താണ്? ഇറ്റ്സ് എ സെറ്റ് ഓഫ് ബേസിക് ഗ്രാമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് അസ്യൂം ടു ബി ഫണ്ടമെന്റൽ ടു ഓൾ നാച്ചുറൽ ലാംഗ്വേജസ്. ഇതിൽ സിമ്പിൾ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനില്ല. ഓക്കെ, 41ാമത്തെ ക്വസ്റ്റ്യൻ. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 നമ്മൾ മാച്ച് ചെയ്യാം. ഇത് ലിസ്റ്റ് കുറച്ച് ഇറങ്ങിപ്പോയെന്ന് വിചാരിക്കുന്നു. നമ്മൾ അവർ പിണക്കത്തിലൊന്നല്ല, ലിസ്റ്റ് 2 കുറച്ച് താഴെ ആയിപ്പോയതാ. ഡേവിഡ് മലൂഫ്, പാട്രിക് വൈറ്റ്, പീറ്റർ കാരി, കോളിൻ ജോൺസൺ. ഓതേഴ്സിനെ കാണുന്നുണ്ട്. ദ സോളിഡ് മാൻഡല, വൈൽഡ് കാറ്റ് ഫൗളിംഗ്, പിന്നെ റിമെമ്പറിംഗ് ബാബിലോൺ, ട്രൂ ഹിസ്റ്ററി ഓഫ് ദ കെല്ലി ഗാങ്. ഓക്കെ, അപ്പൊ ഡേവിഡ് മലൂഫ്, അദ്ദേഹത്തിന്റെ ഏത് വർക്കാണ്? ഡേവിഡ് മലൂഫിന്റെ വർക്ക് ഒന്ന് പറയും. റിമെമ്പറിംഗ് ബാബിലോൺ ആരുടെ വർക്കാണ്? റിമെമ്പറിംഗ് ബാബിലോൺ. റിമെമ്പറിംഗ് ബാബിലോൺ is actually the work of ഡേവിഡ് മലൂഫ്. ഓക്കെ, ഡേവിഡ് മലൂഫ് ആരാണ്? as you already know, ഇദ്ദേഹം he is actually a celebrated which writer? ഏത് രാജ്യത്തെ? ഓസ്ട്രേലിയൻ റൈറ്റർ ആണ് ഡേവിഡ് മലൂഫ് എന്ന് പറയുന്നത്. ഒരു തരത്തിലും മറന്നു പോകരുത്. സെലിബ്രേറ്റഡ് ഓസ്ട്രേലിയൻ റൈറ്റർ ആണ്. ആൻഡ് ഇതിന്റെ ബുക്ക് പ്രൈസിന് വരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വർക്കാണ്. അത്യാവശ്യം നല്ല യുനോ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നറേഷൻസും ഐസൊലേഷൻ, റിലേഷൻഷിപ്സ്, ലാംഗ്വേജ് പോലെയുള്ള ഒരുപാട് കമ്മ്യൂണിറ്റി, ലിവിങ് ഓൺ ദ എഡ്ജ്, അങ്ങനെയുള്ള ഒരുപാട് ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള നറേറ്റീവ്സ് ഒക്കെ വരുന്ന ഒരു വർക്കാണ്. പിന്നെ പാട്രിക് വൈറ്റ്, അപ്പൊ കുറച്ച് ഓസ്ട്രേലിയൻ റൈറ്റേഴ്സിനെ പിടിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. പാട്രിക് വൈറ്റിന്റെ ഏത് വർക്കാ വരുന്നത്? നിങ്ങളൊന്ന് പറയും. പാട്രിക് വൈറ്റിന്റെ ഏത് വർക്കാണ്? നിങ്ങളൊന്ന് നോക്കൂ. ദ സോളിഡ് മാൻഡല അല്ലേ? ദ സോളിഡ് മണ്ഡല അല്ലെങ്കിൽ ദ സോളിഡ് മണ്ഡല എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു നോവലാണ്. ആൻഡ് 1973 ഈ വർക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 1966 ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള കാര്യം മറക്കരുത്. ഓക്കെ, ആൻഡ് അടുത്തത് പീറ്റർ കാരി. പീറ്റർ കാരിയുടെ ഏത് വർക്കാണ്? പീറ്റർ കാരിയുടെ വർക്ക് ഒന്ന് പറഞ്ഞു നോക്കൂ. ഇദ്ദേഹത്തിന്റെ വർക്ക് ഏതാണ്? ദ ട്രൂ ഹിസ്റ്ററി ഓഫ് കെല്ലി ഗാങ് ആണോ? ദ ട്രൂ ഹിസ്റ്ററി ഓഫ് കെല്ലി ഗാങ്. ഓക്കെ, അത് പീറ്റർ കാരി എന്ന് പറയുന്ന മറ്റൊരു ഓസ്ട്രേലിയൻ റൈറ്ററിന്റെ വർക്കാണ്. അത് കെല്ലി ഗാങ് എന്ന് പറയുന്ന ഒരു കെല്ലി ഗാങ് എന്ന് പറയുന്ന ഗ്യാങ്ങിന്റെ, അല്ലെങ്കിൽ ഗ്യാങ് എന്ന് വിചാരിക്കണം. കെല്ലി ഗാങ് എന്ന് പറയുന്ന ഗ്യാങ് അല്ല. കെല്ലി ഗാങ് എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ ബുഷ് റേഞ്ചർ ഉണ്ടായിരുന്നു, ഒരു ഗ്യാങ് ലീഡർ. യെസ്, ഒരു ഗ്യാങ് ലീഡറാണ്. അപ്പം അതിലെ പ്രധാനിയായിരുന്നു എഡ്വേർഡ് കെല്ലി, അല്ലെങ്കിൽ നെറ്റ് കെല്ലി എന്നറിയപ്പെടുന്നത്. അപ്പൊ ആ കെല്ലി ഗാങ്ങിനെ കുറിച്ചാണ്, ഡെഫിനറ്റ്ലി കെല്ലി ഗാങ്ങിനെ കുറിച്ചാണ്. പിന്നെ ആ കെല്ലി ഗാങ്ങിലെ പ്രധാനമായിട്ടും അതിലെ എഡ്വേർഡ് കെല്ലിയെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ള ഒരു വർക്കാണ്. ഓക്കെ, സോ അതിന് ബുക്ക് പ്രൈസും കോമൺവെൽത്ത് റൈറ്റേഴ്സ് പ്രൈസും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഇയർ എന്ന് പറയുന്നത് 2000 ആണ്. 2000 ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നെഡ് കെല്ലിയുടെ ഒഫീഷ്യൽ സ്റ്റോറിയിൽ നിന്ന് കുറച്ച് വേരിയേഷൻസ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ കോളിൻ ജോൺസന്റെ വർക്ക് വൈൽഡ് കാറ്റ് ഫിൽമിംഗ്, നോ ഡൗട്ട് അദ്ദേഹത്തിന്റെ വർക്കാണ് വൈൽഡ് കാറ്റ് ഫിൽമിംഗ് എന്ന് പറയുന്നത്. വൈൽഡ് കാറ്റ് ഫോളിംഗ് സോ വൈൽഡ് കാറ്റ് ഫോളിംഗ് എന്ന് പറയുന്ന മറ്റൊരു വർക്ക് ഒരാളും കൂടെ എഴുതിയിട്ടുണ്ട്. മുട്ടോറോറോ എന്ന് തോന്നുന്നു. മുട്ടോറോറോ എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടെ ഈ ഒരു പെർട്ടിക്കുലർ നെയിമിലുള്ള ഒരു നോവൽ എഴുതിയിട്ടുണ്ട്, വൈൽഡ് കാറ്റ് ഫോളിംഗ് എന്ന് പറയുന്ന വർക്ക്. ഓക്കെ, സോ ശരി ഉത്തരമായിട്ട് വരുന്നത് CADB. ഓക്കെ, ഇതാണ് ശരി ഉത്തരം, which means option B is the right one. ഓക്കെ, അടുത്തത് നോക്കാം. The opening sentence of Tolstoy's Anna Karenina, happy families are all alike, unhappy families are unhappy in their own way എന്ന് പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടല്ലോ. ഇത് the specific cause of the unhappiness in Oblonsky's house was the husband's affair with ആരുമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ അഫെയർ എന്ന് പറയുന്നത്? A kitchen maid, an English governess, a French governess, a socialite. ആരുമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ അഫെയർ as portrayed in the work? നിങ്ങളൊന്ന് പറയൂ. A French governess ആയിരുന്നു. സ്ട്രൈറ്റ് ആൻസർ ആണ്, സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്ട്രൈറ്റ് ആൻസർ ആണ്. ഓക്കെ, അടുത്തത്. The opening sentence of Tolstoy's, okay, അത് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ.
Reason and assertion question ആണ്. Tom Ashanter by John Clare is about the experience of an ordinary human being and became quite popular during that time. Okay, അതാണ് assertion. അതിന്റെ റീസൺ ആയിട്ട് എന്താ കൊടുത്തിരിക്കുന്നത്? John Clare, having suffered bouts of madness, could really feel for the misery of common man. In the context of the two statements, ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് പറയുന്നത്? 4 ഓപ്ഷൻസ് അവിടെ തന്നിട്ടുണ്ട് ഉണ്ടല്ലോ. ഇനി അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്താണ്? രണ്ടും ശരിയാണ്. പക്ഷേ അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. Again, ഒരു ഓർഡിനറി ഹ്യൂമൻ ബീങ്ങിനെ കുറിച്ചാണ്. ആൻഡ് ഹി ദെൻ ലേറ്റർ ബിക്കെയിം വെരി പോപ്പുലർ. ദാറ്റ്സ് റൈറ്റ്. പക്ഷേ ജോൺ ക്ലെയർ, having separate bouts of madness, could really feel for the misery of the common man. ഇതും he has suffered about the madness. ഇതും ശരിയാണ്. ഇത് രണ്ടും ശരിയാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ this reason is not a proper way of justifying assertion A. Okay, so that's why option B is the right one. Okay. Just a minute. Let me remove the annotations. അടുത്തത്, why does Jean-Claude adopt Disneyland as his own sign? അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം സൈനായിട്ട് ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഇദ്ദേഹം അഡോപ്റ്റ് ചെയ്യുന്നത്? Like Disneyland is far the most eminently noticeable cultural sign in the post-modern world ആയതുകൊണ്ടാണോ? പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്ന ഒരു സംഭവം ആയതുകൊണ്ടാണോ? അതോ it captures essences and non-essences of reality more convincingly than other cultural venues? മറ്റ് കൾച്ചറൽ വെന്യൂസിനേക്കാൾ നന്നായിട്ട് ഇത് എസെൻസുകളും നോൺ എസെൻസുകളെയും ക്യാപ്ചർ ചെയ്യുന്നതുകൊണ്ടാണോ? അതോ ഇറ്റ്സ് an artifact so that it obviously announces its own fictiveness? ഇത് ആർട്ടിഫാക്ട് ആയതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു ഫിക്ടീഷ്യസ് നേച്ചർ അത് ഓൾറെഡി പ്രൊക്ലെയിം ചെയ്യുന്നുണ്ട്. So that it would seem to imply some counterbalancing reality. അപ്പോൾ ആ റിയാലിറ്റിയെ ബാലൻസ് ചെയ്യുന്ന ഒരു കൗണ്ടർ ബാലൻസിങ് റിയാലിറ്റി ആയിട്ട് അത് സ്വയം ആക്ട് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെയാണോ? അതോ ഡിസ്നിലാൻഡ് is both appearance and reality in post-modern visual game of handy-dandy? അപ്പോൾ അത് അപ്പിയറൻസിലും റിയാലിറ്റിയിലും ഒരു പോസ്റ്റ് മോഡേൺ വിഷ്വൽ ഗെയിം ആയിട്ട് വന്നതുകൊണ്ടാണോ? ശരി ഉത്തരം എന്താണ്? The right answer is Disneyland is an artifact, so it obviously announces its own fictiveness, that it would seem to imply some counterbalancing reality. അതുകൊണ്ടാണ് ഇതിനെ അദ്ദേഹം ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിനെ അടുത്ത സീരീസിലായിട്ട് ഡിസ്കസ് ചെയ്യാം. Till then, please take care. Have a great day ahead, everyone. Hi everyone, welcome back to our discussion on Mega Pre-Mock NET exam questions. 46th question etti in set B. And this distinction between imagination and fancy, Coleridge identifies the following. അദ്ദേഹം ഇമാജിനേഷനെയും ഫാൻസിയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം കുറച്ച് കാര്യങ്ങൾ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ പെടുന്നത് താഴെ ഉണ്ടോ എന്ന് നോക്കൂ. It dissolves, diffuses, dissipates in order to recreate. അത് ഡിസോൾവ് ചെയ്യുന്നു, ഡിഫ്യൂസ് ചെയ്യുന്നു, ഡിസിപ്പേറ്റ് ചെയ്യുന്നു in order to എന്തിന് റീക്രിയേഷന് വേണ്ടിയിട്ട്. It has aggregative and associative power. അതിന് അഗ്രിഗേറ്റ് ചെയ്യാനും അസോസിയേറ്റ് ചെയ്യാനുമുള്ള പവർ ഉണ്ട്. Okay, and it plays with fixities and definities. അത് ഒരുപാട് ഫിക്സിറ്റീസും ഡെഫിനിറ്റീസുമായിട്ടാണ് അത് പ്ലേ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് ഷേപ്പിംഗ് ആൻഡ് മോഡിഫയിങ് പവർ. അതിന് ഷേപ്പിംഗ് ആൻഡ് മോഡിഫയിങ് പവർ ഉണ്ട്. സോ ഇതിലുള്ള കറക്റ്റ് കോമ്പിനേഷൻ ഏതാണ്? A and B for fancy and D for imagination. A and C for fancy, B and D for imagination, B and C for fancy, A and D for imagination, C and D for fancy, A and B for imagination. ശരി ഉത്തരം എന്താണ്? It's pretty easy അല്ലേ? B and C for fancy, അതായത് it has aggregative and associative power and it plays with fixities and definities. Fancy സംബന്ധിച്ചിടത്തോളം കൂടാണ്ട് A and D for imagination. It dissolves, diffuses, dissipates in order to recreate, and it has shaping and modifying power. അപ്പോൾ ഇതാണ് correct combination, which means option C. Okay. Right. അടുത്ത question നോക്കാം. Exorcism is the title of Act 3 of Who's Afraid of Virginia Woolf? What's the significance of exorcism in the context of the play? എക്സോസിസം എന്ന് പറയുന്നത് ആവാഹനം. നിങ്ങൾ കുറെ കേട്ടിട്ടുള്ളതാ. നമ്മൾ പണ്ട് മുതലേ, നമ്മൾ മലയാളികളോടെ കളി നമ്മൾ പണ്ട് മുതലേ കാണാൻ തുടങ്ങിയത് അല്ലേ? എന്റെ അഭിപ്രായത്തിൽ ഞാൻ ആകാശഗംഗ ഇറങ്ങിയപ്പോൾ അന്ന് മുതൽ കാണാൻ തുടങ്ങിയത് എക്സോസിസം. ഓക്കെ, ഇറ്റ്സ് എ ടൈറ്റിൽ ഓഫ് ആക്ട് 3 ഓഫ് ഹൂസ് അഫ്രൈഡ് ഓഫ് വിർജീനിയ വൂൾഫ്. ഓക്കെ, ഹൂസ് അഫ്രൈഡ് ഓഫ് വിർജീനിയ വൂൾഫ് എന്ന് പറയുന്ന വർക്കിലെ ദ ആക്ട് 3 ഓഫ് ഹൂസ് അഫ്രൈഡ് ഓഫ് വിർജീനിയ വൂൾഫിൽ വരുന്ന ടൈറ്റിലാണ് എക്സോസിസം എന്ന് പറയുന്നത്. സോ അതിന്റെ ആ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്.
ഓക്കെ, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ദ കാസ്റ്റിംഗ് ഔട്ട് ഓഫ് ഈവിൾ സ്പിരിറ്റിനെ പുറത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള അത് വേണ്ടിയിട്ടാണോ, അതോ ഡീകൺസ്ട്രക്ടിങ് ഓഫ് മിത്സ് ഇൻവോൾവിംഗ് മാരേജ്, ഫെർട്ടിലിറ്റി ആൻഡ് സൺസ്, ആ ഒരു മിത്തിനെ, ആ ഒരു പൊള്ളയായിട്ടുള്ള ഒരു വിശ്വാസത്തെ ഇൻവോൾവിംഗ് മാരേജ്, ഫെർട്ടിലിറ്റി, സൺസിനെ കുറിച്ചുള്ള ആ ഒരു മിത്തിനെ മൊത്തമായിട്ട് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണോ, അതോ ഫേസിംഗ് ലൈഫ് വിതൗട്ട് ഇല്യൂഷൻസ് അതിന് വേണ്ടിയിട്ടാണോ, അതോ എക്സ്പോസിംഗ് ഓൾ അറ്റംപ്റ്റ്സ് അറ്റ് ഇല്യൂഷൻ മേക്കിംഗ്? ശരി ഉത്തരം എക്സ്പോസിംഗ് ഓൾ അറ്റംപ്റ്റ്സ് അറ്റ് ഇല്യൂഷൻ മേക്കിംഗ്. ഇതിന് വേണ്ടിയിട്ടാണ് എക്സോസിസം എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ, അത്തരത്തിലൊരു ജസ്റ്റിഫിക്കേഷൻ നൽകുന്ന രൂപത്തിലാണ് എക്സോസിസം എന്ന് പറയുന്ന ടൈറ്റിൽ അവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തത്, ഐഡന്റിഫൈ ദ കറക്ട്ലി മാച്ച്ഡ് പെയർ ഓഫ് ട്രാൻസ്ലേറ്റേഴ്സ് ആൻഡ് ട്രാൻസ്ലേഷൻസ്. A.K. രാമാനുജൻ, മന്മഥാനന്ദ് ദത്ത്, കൂടാണ്ട് മോഹിനി ചാറ്റർജി, കൂടാണ്ട് രമേഷ് ചന്ദ്ര ദത്ത്, ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ട്. ആൻഡ് ദ രാമായണ, ദ ഭഗവത്ഗീത, സ്പീക്കിംഗ് ഓഫ് ശിവ ആൻഡ് ദ മഹാഭാരത. അപ്പം രാമായണ, ഓക്കെ, എ കെ രാമാനുജന്റെ ഏത് ട്രാൻസ്ലേഷൻ ആണ് വന്നിരിക്കുന്നത്? മഹാഭാരതമാണ്. ഓക്കെ, മഹാഭാരതം. മന്മഥാനന്ദ് ദത്തിന്റെ ഏത് വർക്കാണ് വന്നിരിക്കുന്നത്? ഓക്കെ, അല്ല, മഹാഭാരതം അല്ല, സോറി, എ കെ രാമാനുജന്റെ സ്പീക്കിംഗ് ഓഫ് ശിവയാണ്, സോറി. മന്മഥാനന്ദ് ദത്തിൻ്റെതാണ് മഹാഭാരത വരുന്നത്. മോഹിനി ചാറ്റർജിയുടെ ഏതാണ് വരുന്നത്? ഭഗവത്ഗീതയാണ് വരുന്നത്. രമേഷ് ചന്ദ്രദത്തിന്റെയാണ് രാമായണ ട്രാൻസ്ലേഷൻ വരുന്നത്. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ സി, പിന്നെ ഡി, മോഹിനി ചാറ്റർജി ബി, പിന്നെ എ, അതായത് CDBA, അതായത് 1, 2, 3, 4 എന്നുള്ള സീക്വൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്, അല്ലെ? ഓക്കെ, ദാറ്റ്സ് റൈറ്റ്. ഇത് നിങ്ങൾ നോട്ടീസ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അടുത്തത്, ഐഡന്റിഫൈ ദ കറക്ട്ലി മാച്ച്ഡ് ഗ്രൂപ്പ്. അഗെയിൻ രണ്ട് സെറ്റ് ഗ്രൂപ്പിനെ നമ്മൾ നോക്കുക. കറക്ട്ലി മാച്ച്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഏതാ വരുന്നത്? തേർഡ് സ്പേസ് വോൾഫ്ഗാങ് ഐസർ ആണോ? ഹൈബ്രിഡിറ്റി എഡ്വേർഡ് സോജർ, റിസപ്ഷൻ എസ്തറ്റിക്സ് ഫെർണാണ്ടസ് സോജർ, ലാങ് ഹോമി ബാബ. ഇവരെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിരിക്കുന്ന ഒരു സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇത് കറക്റ്റ് ആയിട്ട് ഏതിലാണ് വന്നിരിക്കുന്നത്? നമുക്ക് നോക്കാം. തേർഡ് സ്പേസ് ആരുടെയാണ്? തേർഡ് സ്പേസ്? എഡ്വേർഡ് സോജയുടെയാണ്. ഹൈബ്രിഡിറ്റി ആരുടെയാണ്? ഹോമി ബാബയുടെയാണ്. റിസപ്ഷൻ എസ്തറ്റിക്സ് ആരുടെയാണ്? വോൾഫ്ഗാങ് ഐസറിന്റെയാണ്. ലാങ് ആരുടെയാണ്? സോഷറിന്റെയാണ്. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് വൺ. ഓക്കെ, അടുത്തത്, ബെർട്ടോൾഡ് ബ്രെച്ചിന്റെ എപ്പിക് തിയേറ്റർ, അതിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ടേൺസ് ദ സ്പെക്ടേറ്റർ ഇൻടു ആൻ ഒബ്സർവർ, weighs down the spectator's capacity for action, relies on argument, presents man as a process. അപ്പൊ അത് സംബന്ധിച്ചുള്ള കുറച്ച് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് എന്താ പറയുന്നത്? നമ്മൾ ഓരോന്നും ശരിയാണോ നമുക്ക് നോക്കാം. ബെർട്ടോൾഡ് ബ്രെച്ചിന്റെ എപ്പിക് തിയേറ്ററുമായിട്ട് നോക്കുകയാണെങ്കിൽ അത് സ്പെക്ടേറ്ററിനെ ഒരു ഒബ്സർവർ ആയിട്ട് മാറ്റുന്നുണ്ടോ? ഉണ്ടോ അല്ലയോ? It turns the observer, the spectatorനെ ഒരു ഒബ്സർവർ ആയിട്ട് അത് മാറ്റുന്നുണ്ട്, അല്ലെ? അങ്ങനെ ചെയ്യുന്നുണ്ടോ? യെസ്, ചെയ്യുന്നുണ്ട്. ആൻഡ് wears down the spectator's capacity for action, ചെയ്യുന്നുണ്ട്. ആൻഡ് ഡി, സോറി, ഇല്ല, അത് ചെയ്യുന്നില്ല. അവരെ ഇൻകപ്പാസിറ്റേറ്റ് ചെയ്യുന്നില്ല, സോറി. ആർഗ്യുമെന്റിൽ റിലൈ ചെയ്യുന്നുണ്ട്. പ്രസന്റ്സ് മാൻ ആസ് എ പ്രോസസ്, അതും ചെയ്യുന്നുണ്ട്. അതിൽ പെടാത്തത് ബി മാത്രമാണ്. അതായത് ബി തെറ്റായിട്ടാണ് അവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അവർ ഇൻകപ്പാസിറ്റേറ്റ് ചെയ്യുന്ന ഒരു സംഭവം അവിടെ ചെയ്യുന്നില്ല, പക്ഷെ ഒരു ഒബ്സർവർ ആയിട്ട് മാറ്റുന്നു, പക്ഷെ ഇൻകപ്പാസിറ്റേറ്റ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ എയും ഡിയും സിയും കറക്റ്റ് ആണ്, ബി റോങ് ആണ്. ഇങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, ഇത് നോട്ടീസ് ചെയ്തല്ലോ. അടുത്തത്, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ബിലോ. ഗോർബരക് ഒരു കോമഡിയാണ്. റാൽഫ് റോയ്സ്റ്റർ ഡോയ്സ്റ്റർ ആൻഡ് ഗാമൻ ഗർട്ടൻസ് നീഡിൽ ആർ ട്രാജഡീസ്. ഗോർബരക് ഈസ് എ ട്രാജഡി, while റാൽഫ് റോയ്സ്റ്റർ ഡോയ്സ്റ്റർ ആൻഡ് ഗാമൻ ഗർട്ടൻസ് നീഡിൽ ആർ കോമഡീസ്. എല്ലാം പ്രോബ്ലം പ്ലേസ് ആണ്. ഓൾ ഓഫ് ദം ആർ ഫാർസസ്. ശരി ഉത്തരം ഏതാണ്? ശരി ഉത്തരം ഗോർബരക് ഒരു ട്രാജഡിയാണ്. അറിയാലോ, ഗോർബരക് ഒരു ട്രാജഡിയാണ്. റാൽഫ് റോയ്സ്റ്റർ ഡോയ്സ്റ്റർ, ഗാമൻ ഗർട്ടൻസ് നീഡിലൊക്കെ കോമഡീസ് ആണ്. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. ഓക്കെ, അടുത്തത്, കുബ്ല ഖാൻ ടേക്സ് an epigraph from. മറക്കരുത്, സാമുവൽ പുൾച്ചാസിന്റെ പിൽഗ്രിമേജ് എന്ന് പറയുന്ന വർക്കിൽ നിന്നുമാണ്, അല്ലെ? ഇദ്ദേഹം പുൾച്ചാസിന്റെ ഹിസ് പിൽഗ്രിമേജസ് എന്ന് പറയുന്ന വർക്ക് വായിച്ചുകൊണ്ട് കിടന്നുറങ്ങി. അപ്പോഴാണ് ആ ഡ്രീം വിഷനിലാണ്, അതൊരു ഡ്രീം അലീഗറിക്കൽ
വർക്കാണ്. അതിലാണ് അദ്ദേഹം കുബ്ല ഖാനിന്റെ ആ ഒരു ജനാഡോയിലുള്ള ആ ടൂമ്പൊക്കെ കാണുന്നത് അല്ലെ. അപ്പോ അതുകൊണ്ട് സാമുവൽ ബുർജാസിന്റെ ഹിസ് പിൽഗ്രിമേജ് എന്ന് പറയുന്ന വർക്കിനുള്ള പ്രാധാന്യം നമ്മൾ മറക്കരുത്. ഓക്കെ, അടുത്തത് മാച്ച് ദ ഇമാജിനറി ലൊക്കേഷൻ വിത്ത് ഇറ്റ്സ് ക്രിയേറ്റർ. ഇവിടെയുള്ള ക്രിയേറ്റർ ഓതേഴ്സ് ഉണ്ട്, അവരുടെ ഇമാജിനറി ലൊക്കേഷൻ നിങ്ങൾ ട്രേസ് ചെയ്യാം. എമിലി ബ്രോണ്ടി, തോമസ് ഹാർഡി, ലോവുഡ് പാഴ്സനേജ്, പിന്നെ ബെസെക്സ്, എഡ്ഗൻ ഹീത്ത്, കോക്ബേൺ, ഷാർലറ്റ് ബ്രോണ്ടി. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞതിൽ ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ഐ റിയലി വാണ്ട് ടു റിപ്പീറ്റ്. എമിലി ബ്രോണ്ടിയുടേത് ഏതായിരുന്നു? നമുക്ക് നോക്കാം. എമിലി ബ്രോണ്ടിയുടേത് എഡ്ഗൻ ഹീത്ത് ആയിരുന്നു. തോമസ് ഹാർഡിയുടെ ഏതായിരുന്നു? ബെസെക്സ് ആയിരുന്നു. ലോക്വുഡ് പാഴ്സനേജിന്റെ ഏതായിരുന്നു? അത് ഷാർലറ്റ് ബ്രോണ്ടിയുടെയാണ്. പിന്നെ ചാൾസ് ഡിക്കൻസിൻ്റെത് കോക്ക് ടൗൺ ആണ്. അപ്പം ഈ കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ എമിലി ബ്രോണ്ടി 1, 6, 2, 5, 3, 8 അല്ലെ, 4, 7. ഓപ്ഷൻ ബി ദാറ്റ്സ് റൈറ്റ് ആൻസർ. ഇത് നമ്മൾ കഴിഞ്ഞ സെറ്റിലും കണ്ടുവെന്ന് തോന്നുന്നു. ഓക്കെ, കുഴപ്പമില്ല. ഒന്നുകൂടെ ചെയ്താൽ എന്താ, ഇവരാ നമ്മൾ തന്നെ മാർക്കില്ലല്ലോ അല്ലെ. Which of the following are companion poems? താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് കമ്പാനിയൻ പോംസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ജിപ്സി സോങ്സ് ആൻഡ് സോണറ്റ്സ്, ലാലിഗ്രോ ആൻഡ് ഇൽ പെൻസ്റോസോ, ദ ഗുഡ് മോറോ ആൻഡ് ദ സൺ റൈസിംഗ്, ഫുൾ ഫാത്തം 5 ആൻഡ് ഹാർക്ക് ദ ലാർക്ക്. ആരുടെ വർക്കുകളാണെന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ ഇതിൽ കമ്പാനിയൻ പോംസ്, അതായത് ഈ രണ്ട് പോംസും കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരുമിച്ച് വരുന്ന പോംസ് ആണ്. അപ്പോൾ ഇതിൽ ഏതാ കമ്പാനിയൻ പോംസ്? ഒരു സംശയം വേണ്ട, ജോൺ മിൽട്ടന്റെ ലാലിഗ്രോയും അതുപോലെ തന്നെ ഇൽ പെൻസ്റോസോയും, ഇത് രണ്ടും കമ്പാനിയൻ പോംസ് ആണ്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. സോ ഇത് ആരെഴുതിയിരിക്കുന്നത്? ജോൺ മിൽട്ടൺ ആണ്. ആൻഡ് അത് അദ്ദേഹത്തിന്റെ ദ പോംസ് ഓഫ് മിസ്റ്റർ ജോൺ മിൽട്ടൺ എന്ന് പറയുന്ന കോട്ടോയിൽ നിന്നുള്ള വേഴ്സസ് ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് കംപ്ലീറ്റ് ടൈറ്റിൽ എന്ന് പറയുന്നത് ദ പോംസ് ഓഫ് മിസ്റ്റർ ജോൺ മിൽട്ടൺ, ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ലാറ്റിൻ. ആൻഡ് അത് ലാലിഗ്രോയുടെ ഒരു കമ്പാനിയൻ പീസ് ആയിട്ടാണ് ഇൽ പെൻസ്റോസോ വരുന്നത്. ആൻഡ് ലാലിഗ്രോയുടെ കേസ് ആണെങ്കിൽ അതൊരു പാസ്റ്ററൽ പോം ആണ്. 1645 പോംസ് എന്ന് പറയുന്ന വർക്കിലാണ് അദ്ദേഹം ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ലാലിഗ്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാപ്പി മാൻ എന്നാണ് ഇറ്റാലിയനിൽ അർത്ഥം വരുന്നത്. ഓക്കെ, ഇൽ പെൻസറോസോ എന്ന് പറഞ്ഞാലോ ദ മെലാങ്കലി മാൻ, മറ്റേത് ദ ഹാപ്പി മാൻ. അപ്പൊ ആ ഒരു കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഈ ഒരു വർക്കുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ആരുടെ വർക്കാണ്? ജോൺ മിൽട്ടന്റെ ആണ്. ജോൺ മിൽട്ടനെ നിങ്ങൾക്ക് അറിയാലോ, അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പോയറ്റും പോളമിസിസ്റ്റും കൂടാണ്ട് സിവിൽ സെർവന്റും ആണ്. പാരഡൈസ് ലോസ്റ്റിന്റെ പോയറ്റ് ആണ് അല്ലെ. Alright, 54th question. The following phrases from Shakespeare have become the titles of famous works. Identify the correctly matched group. ഇത് നമ്മൾ ചെയ്തതാണ്, കഴിഞ്ഞതിൽ ചെയ്തതാണ്. So I don't feel like doing this again. Yeah, it's kind of boring, right? പേൽഫെയർ ആരുടെയാണ്? മൂന്നാമത്തെ തവണയാണ് നമ്മൾ വ്ളാഡിമിർ നബക്കോവ്. Sound and Fury, William Faulkner. So Rosencrantz and Guildenstern are dead. Tom Stoppard. Under the Greenwood Tree, Thomas Hardy. Of Cakes and Alley, Somerset Maugham. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പേൽഫെയർ ആരുടെയാണ്? വ്ളാഡിമിർ നബക്കോവ്. സൗണ്ട് ആൻഡ് ഫ്യൂറി, വില്യം ഫോക്നർ. റോസൻക്രാൻസ് ആൻഡ് ഗിൽഡൻസ്റ്റൺ ആർ ഡെഡ്, ടോം സ്റ്റോപ്പാർഡ്. പിന്നെ അണ്ടർ ദ ഗ്രീൻവുഡ് ട്രീ, തോമസ് ഹാർഡി ഞാൻ പറഞ്ഞു. ഓഫ് കേക്സ് ആൻഡ് ആലി, സോമർസെറ്റ് മോം. അപ്പോ ബി അല്ലേ. അപ്പോൾ ECTAB എന്ന് പറയുന്ന ഓപ്ഷൻ എവിടെ വരുന്നു? ഓപ്ഷൻ സി, ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. യു ഗൈസ് നോട്ടീസ് ദാറ്റ്, റൈറ്റ്? അത്രേ ഉള്ളൂ. 55. In English literature, the trap of the vampire was used for the first time by, നമ്മൾ വിചാരിക്കും ഡ്രാക്കുളയാണ് ഈ വാമ്പയർ എന്ന് പറയുന്ന ആ ഒരു ട്രോപ്പി ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരിക്കലും ബ്രാം സ്റ്റോക്കർ അല്ല വാമ്പയർ എന്ന് പറയുന്ന ഈ ഒരു ട്രോപ്പിനെ ആദ്യമായിട്ട് ലിറ്ററേച്ചറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് മറ്റൊരാളാണ്, ജോൺ പോളിഡോറിയാണ് ഈ ഒരു കോൺസെപ്റ്റിനെ, ഈ ഒരു ട്രോപ്പിനെ ആദ്യമായിട്ട് ലിറ്ററേച്ചറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ദ വാമ്പയർ എ ടെയിൽ എന്ന് പറയുന്ന 1819 വർക്കിലാണ് ആ ഒരു ട്രോപ്പിന്റെ ഫസ്റ്റ് മെൻഷനിങ് വരുന്നത്. ബ്രാം സ്റ്റോക്കർ ഒക്കെ പിന്നെ വന്നതാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ ഡ്രാക്കുള അത്യാവശ്യം ഫേമസ് ആയെന്ന് മാത്രം. ഓക്കെ, alright, let's have a look at the next set of questions. Identify the correctly matched pair. Amitav Ghosh, All About H. Halter. Anida Desai, Inheritance of Laws. Shashi Deshpande, Abandon the Ganges. Salman Rushdie, The Enchantress of Florence. നിങ്ങൾക്ക് മനസ്സിലായി ഇതിൽ ആ കൂടെ പെയറായിട്ട് വന്നിരിക്കുന്നത് എന്ത് മാത്രമാണ്? അനിത ദേശായിയുടെ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് മാത്രമാണ്. ഓൾ അബൌട്ട്
എച്ച് ഹാറ്റർ ആരുടെയാണ്? ആൾ അബൌട്ട് എച്ച് ഹാറ്റർ ആരുടെ വർക്കാണ്? GV ദേശാനിയുടെ വർക്കാണ് ആൾ അബൌട്ട് എച്ച് ഹാറ്റർ എന്ന് പറയുന്നത്. അത് ഒരു ആംഗ്ലോ മലയായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു ലൈഫിന്റെ അഡ്വഞ്ചേഴ്സ് ആണ് അതിൽ ക്രോണിക്കിൾ ചെയ്യുന്നത്. ഇനി എബാൻഡൻ ദ ഗാൻജസ്, എബാൻഡൻ ദ റിവർ ഞാൻ കഴിഞ്ഞ സെറ്റിൽ പറഞ്ഞതേ ഉള്ളൂ. എബാൻഡൻ ദ ഗാൻജസ് ആരുടെയാണ്? മനോഹർ മംഗോൾക്കറിന്റെയാണ്. ദ എൻചാൻട്രസ് ഓഫ് ഫ്ലോറൻസ്, ദ എൻചാൻട്രസ് ഓഫ് ഫ്ലോറൻസ് ഒരിക്കലും മറക്കരുത്. ഈ വർക്ക് ആരുടെയാണ്? സൽമാൻ റഷ്ദിയുടെയാണ്. ഓക്കെ, ദ എൻചാൻട്രസ് ഓഫ് ഫ്ലോറൻസ് സൽമാൻ റഷ്ദിയുടെയാണ്. കറക്റ്റ്ലി മാച്ച്ഡ് പെയർ അല്ലേ ചോദിച്ചിട്ടുള്ളത്? ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് there are two pairs. ദ എൻചാന്റഡ് വുഡ് ആരുടെയാണ്? എനിഡ് ബെൽറ്റിന്റെയാണ്. ദ എൻചാന്റഡ് ഷർട്ട് ആരുടെയാണ്? ലോസ് പോയിറ്റ്. ഓക്കെ, അതൊരു ബാൻഡ് ആണ്. പിന്നെ എൻചാന്റഡ് കാസിൽ എഡിത്ത് നെസ്ബിറ്റിന്റെയാണ്. എൻചാൻട്രസ് ഓഫ് ഫ്ലോറൻസ് സൽമാൻ റഷ്ദിയുടെയാണ്. ദ എൻചാൻമെന്റ് ഓഫ് റേവൻസ് എന്ന് പറയുന്നത് മാർഗരറ്റ് റോജേഴ്സിന്റെ ഒരു പുസ്തകമാണ്. ആൻഡ് അനിത ദേശ് ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് ആരുടെയാണ്? അനിത ദേശായിയുടെയാണോ? അല്ലെ? ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് എന്ന് പറയുന്നത് കിരൺ ദേശായിയുടെയാണ് അല്ലെ? കിരൺ ദേശായിയുടെ വർക്കായിരുന്നു ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ്. സോറി. അപ്പോ ഇവിടെ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് വന്നിരിക്കുന്നത് നമ്മുടെ സക്സസ്ഫുൾ ആയിട്ട് ഇവിടെ വിജയിച്ചിരിക്കുന്നത് സൽമാൻ റഷ്ദിയുടെ എൻചാൻട്രസ് ഓഫ് ഫ്ലോറൻസ് ആണ്. ഓക്കെ, കിരൺ ദേശായിയുടെ വർക്ക്സ് ആണ്. എനിക്കത് സ്ലൈറ്റ് ആയിട്ട് മാറിപ്പോവാറുണ്ട്. ഓക്കെ, സോ റൈറ്റ് വൺ സൽമാൻ റഷ്ദി ആണ്. ഓക്കെ, സൽമാൻ റഷ്ദി ജയിച്ചു. അടുത്തത് 57. Which of the following phrases best describes the central goal of Images Poets? Images Poets-ന്റെ central goal ഭയങ്കരമായിട്ട് നന്നായിട്ട് നല്ല രൂപത്തിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഏത് വർക്കാണ്? Emotional power achieved through suggestive visual images, exploration of philosophical paradoxes through visual images, clarity of expression through the use of precise visual images, inclusion of natural objects as symbols. ശരി ഉത്തരം ഏതാണ്? നിങ്ങളൊന്ന് പറയൂ. ഓക്കെ, ശരി ഉത്തരം ഏതാണ്? ക്ലാരിറ്റി ഓഫ് എക്സ്പ്രഷൻ ത്രൂ ദി യൂസ് ഓഫ് പ്രിസൈസ് വിഷ്വൽ ഇമേജസ്. അപ്പം അവരുടെ ഈ ഒരു ഇമേജസ് പോയിറ്റ്സിന്റെ ഒരു സെൻട്രൽ ഗോൾ എന്താണ്? ഒരു ക്ലാരിറ്റി ഓഫ് എക്സ്പ്രഷൻ ആണ്. അപ്പൊ അവിടെ ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഒരു വിഷ്വൽ ഇമേജ് യൂസ് ചെയ്യുന്നതോട് കൂടി നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് അതിന്റെ ഒരു എക്സാക്ട് ആയിട്ടുള്ള ഒരു മീനിങ് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇമേജസത്തിന്റെ ഒരു സെൻട്രൽ ടാർഗറ്റും ഗോളും എന്നും പറയുന്നത്. സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം എന്ന് കിട്ടിയല്ലോ. അടുത്തത് 58th ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദി ഫോളോയിങ് സെന്റൻസ്. മാത്യു ആർണോൾഡ്സ് poem Dover Beach, okay, is illustrative of modernist poetry because it dash ബാക്കി പൂരിപ്പിക്കുക. Employs favors, has an undertow of nihilism, is chauvinistic about British exceptionalism, was composed between World War I and World War II. അതിൽ നിഹിലിസത്തിന്റെ ഒരു അണ്ടർടോ അവിടെ ഉണ്ട്. രണ്ട് പിന്നിങ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ മോഡേണിസ്റ്റിക് റൈറ്റിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി is the right answer. Okay, അടുത്തത്. The future of poetry is immense because in poetry our race as time goes on will find an ever surer and surer state. This claim for poetry is made in ഏത് വർക്കിലാണ് ഈ ഒരു ക്ലെയിം നടത്തിയിരിക്കുന്നത്? നിങ്ങളൊന്ന് പറയൂ. ആർണോൾഡിന്റെ സ്റ്റഡി ഓഫ് പോയട്രി, ഷെല്ലിയുടെ ഡിഫൻസ് ഓഫ് പോയട്രി, സിഡ്നിയുടെ അപ്പോളജി ഫോർ പോയട്രി, എലിറ്റിന്റെ പോയട്രി ആൻഡ് പോയറ്റ്സ്. ഇതിലാണ് സ്റ്റഡി ഓഫ് പോയട്രിയിലാണ്. ഓക്കെ, അടുത്തത് ആർണോൾഡിന്റെ സ്റ്റഡി ഓഫ് പോയട്രിയിലാണ്. I think കഴിഞ്ഞ ക്വസ്റ്റ്യൻ അതേപോലെ റിപ്പീറ്റ് ചെയ്ത് വന്നു. The following characteristics did Langston Hughes share with modernist poets like William Carlos Williams, Marion Moore, Hart Crane and Robert Frost? ഇതിൽ ഏതൊക്കെയോ ചില ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യുന്നുണ്ട്? ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് നമ്മുടെ മറ്റ് സെലിബ്രേറ്റഡ് റൈറ്റേഴ്സ് ആയിട്ടുള്ള കാർലസ് വില്യംസും മാരിയൻ മൂറും അതുപോലെ തന്നെ റോബർട്ട് ഫ്രോസ്റ്റുമായിട്ടൊക്കെ അദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ട്. അത് ഏതാണെന്നാണ് ചോദ്യം. Hughes was very conscious that he was an American poet and this profoundly influenced his writing. അടുത്തത് Hughes wrote about the legacy of the American Civil War and its long-term cultural consequences. അടുത്തത് Hughes introduced new subject matter and new language into poetry. അടുത്തത് both A and C. ശരി ഉത്തരം എന്താണ്? both A and C. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വലുതുങ്ങാനാണെങ്കിൽ വേഗം അത് പോയി ആൻസർ ചെയ്ത് തരും. പക്ഷെ ചിലപ്പോൾ അത് ശരിയായിരിക്കും, ചിലപ്പോൾ അത് തെറ്റായിരിക്കും. പക്ഷെ ഇവിടെ അത് ശരിയാണ്. Hughes was very conscious that he was an American poet and this profoundly influenced his writing. അദ്ദേഹത്തിന്റെ അമേരിക്കൻനെസ് അദ്ദേഹത്തിന്റെ റൈറ്റിംഗിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഇദ്ദേഹം introduce new subject matter and new language into poetry. പോയട്രിയിലേക്ക് ഇദ്ദേഹം ന്യൂ സബ്ജക്ട് മാറ്ററും പുതിയ ലാംഗ്വേജും തന്നെ ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് അടുത്തത്. സോ ഈ രണ്ട് ഓപ്ഷൻസും കറക്റ്റ് ആയ കാരണമായിട്ട് നമുക്ക് ബോത്ത് ഓപ്ഷൻ എ ആൻഡ് സി എന്നുള്ളതാണ് നമ്മളിവിടെ ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് കൊടുക്കുന്നത്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് വൺ. റൈറ്റ്, അത്രയേ ഉള്ളൂ 59th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. Which of the following best describes the
reasons why World War I had a profound impact on modern poetry. താഴെ പറയുന്ന എന്ത് കാരണവശാലാണ് വേൾഡ് വാർ വണ്ണിന് മോഡേൺ പോയട്രിയുമായിട്ടൊരു പ്രൊഫൗണ്ട് മോഡേൺ പോയട്രിയിൽ ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ്, ഒരു ഇമ്പാക്ട് ചെലുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്? 4 ഓപ്ഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. The devastation brought by World War I was enormous that it put Europe's cultural and political norms and values into question. അതായത് അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആ ഒരു തകർച്ച എന്ന് പറയുന്നത് it was so enormous, ഭയങ്കര ബിഗ് ആയിരുന്നു, ഭയങ്കര കൊളോസൽ ആയിരുന്നു. സോ അത് യൂറോപ്പിന്റെ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ നോംസിനെയും വാല്യൂസിനെയും ക്വസ്റ്റ്യൻ ചെയ്തു. അടുത്തത് the mechanized killing which took place on a massive scale during World War I made it necessary to reflect upon the effects of technological progress. ഈ മെക്കാനൈസ്ഡ് കില്ലിംഗ്, അതുപോലെ തന്നെ ആറ്റം ബോംബ്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് കാരണങ്ങൾക്ക് കാരണമായി? ഒരു മാസീവ് സ്കെയിലുള്ള ഒരു കില്ലിംഗ് അവിടെ സംഭവിച്ചു അല്ലെ? സോ അതുകൊണ്ട് തന്നെ ഈ ടെക്നോളജിക്കൽ പ്രോഗ്രസിന്റെ എഫക്റ്റിനെ കാര്യമായിട്ടൊന്ന് അവലോകനം ചെയ്യുക, അതിനെ ഒന്ന് പ്രോപ്പറായിട്ട് റിഫ്ലക്ട് ചെയ്യുക, അതിന്റെ യൂസ് ആണോ അബ്യൂസ് ആണോ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുക എന്നുള്ളത് ഒരു തരത്തിൽ പറഞ്ഞാൽ നെസസറി ആയിട്ട് വന്ന്. പിന്നെ World War I was the first global conflict where the distinction between combatants and civilians was erased, and this had a devastating effect on European psyche. അപ്പോൾ വേൾഡ് വാർ വണ്ണിലാണ് വേൾഡ് വാർ വൺ എന്ന് പറയുന്നത് ദിസ് ഇസ് ആക്ച്വലി ദ ഫസ്റ്റ് ഗ്ലോബൽ കോൺഫ്ലിക്ട്, ഒരു ആഗോള കോൺഫ്ലിക്റ്റ് ഇതായിരുന്നു. പക്ഷേ ഇവിടെ കോമ്പറ്റൻസും സിവിലിയൻസും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റിങ്ഷനെ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരാണോ ഫൈറ്റ് ചെയ്യുന്നത്, നോർമൽ ആയിട്ടുള്ള ആളുകൾ, ഈ ഫൈറ്റ് ചെയ്യുന്ന ആളുകൾക്കെതിരെ മാത്രമല്ല അവർ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അവിടെയുള്ള സാധാരണക്കാരായുള്ള ജനങ്ങളെയും അവർ ഫൈറ്റ് ലൈക്ക് ഇതിൽ പെടുത്തി. വിച്ച് മീൻസ് ഈ സാധാരണക്കാർ സിവിലിയൻസിനെയും അതുപോലെ തന്നെ കോമ്പറ്റൻസിനും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റിങ്ഷനെ അവർ മാറ്റി. അത് ഇറ്റ് ജസ്റ്റ് turned about countries against countries, അല്ലെങ്കിൽ certain ideologies against ideologies, certain axial power against allied powers. സോ അതുകൊണ്ട് തന്നെ അത് യൂറോപ്യൻ സൈക്കിയുടെ മുകളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തു. വിച്ച് മീൻസ് ദേ സീസ് ടു എക്സിസ്റ്റ് ആസ് ഹ്യൂമൻ ബീങ്സ് അല്ലെ? അതിനർത്ഥം എന്താണ്? അവര് സിവിലിയൻസ് ആണ്, അവരെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കൺസേൺ പോലും നൽകിയില്ല അല്ലെ? സോ ഇതില് ശരിയുത്തരം ഏതായിട്ട് വരുന്നു? പിന്നെ മറ്റൊന്ന് ബോത്ത് എ ആൻഡ് ബി എന്ന് പറയുന്നു. ശരിയുത്തരം ഏതാണ്? നമ്മൾ വീണ്ടും ബോത്ത് എ ആൻഡ് ബി കൊണ്ടുപോയിടുന്നു. ബിക്കോസ് ദാറ്റ്സ് റൈറ്റ്, ദ ഡിവാസ്റ്റേഷൻ ബർത്ത് ബൈ വേൾഡ് വാർ I was so enormous. അപ്പോൾ അതുകൊണ്ട് എവറിത്തിങ് വാസ് put into question. അടുത്തത് മെക്കാനൈസ്ഡ് കില്ലിംഗ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് എന്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? മോഡേൺ പോയട്രി അതെങ്ങനെ ഇമ്പാക്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ കൊണ്ടുവരുന്നത്. ഓക്കെ, അത് ബോത്ത് എ ആൻഡ് ബി ആണ് ശരിയുത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ദാറ്റ്സ് all about our today's session. ആൻഡ് അടുത്ത സീക്വലിൽ നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്.